ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരിമാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സൂറത്തുൽ ഹുജറാത്തിലെ കഴിഞ്ഞ ക്ലാസ്സിൽ ബദുക്കൾ ഞങ്ങൾ ഇസ്ലാമായിരിക്കുന്നു എന്ന് പറയുന്ന ഘോഷിക്കുന്നതിനെക്കുറിച്ച് അള്ളാഹുവിൻ്റെ പ്രതികരണം, യഥാർത്ഥ വിശ്വാസം എന്താണെന്ന് ഉള്ള പ്രഖ്യാപനം, അത് ഉള്ളിൽ കടന്ന ഈമാനാണ്, ഉറച്ച വിശ്വാസമാണ്, സമർപ്പണമാണ്, പ്രവർത്തനമാണ് എന്ന് പറയുന്ന വിശദീകരണങ്ങളാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. സൂറത്തുൽ ഹുജറാത്തിൻ്റെ അവസാനത്തെ ക്ലാസ്സിലാണ് നമ്മളുള്ളത്. ഇൻഷാ അല്ലാഹ് 16, 17, 18 അവസാന സൂക്തങ്ങൾ നമ്മൾ ഇൻഷാ അല്ലാഹ് ഇന്ന് പഠിക്കുകയാണ്. അള്ളാഹു പറയുന്നു, കുൽ അതുഅല്ലിമൂനല്ലാഹ ബിദീനിക്കും, പ്രവാചകരെ ചോദിക്കുക, നിങ്ങൾ അള്ളാഹുവിനെ നിങ്ങളുടെ ദീൻ പഠിപ്പിക്കുകയാണോ? നിങ്ങൾ അള്ളാഹുവിനെ ദീൻ പഠിപ്പിക്കുകയാണോ എന്നല്ല, നിങ്ങളുടെ ദീൻ പഠിപ്പിക്കുകയാണോ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. മനസ്സാ സത്യവിശ്വാസം കൈക്കൊള്ളാതെ ഭൗതികമായ താല്പര്യങ്ങൾക്ക് വേണ്ടി നേരത്തെ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതുപോലെ അറാബികൾ വന്നുകൊണ്ട് ആമന്ന, ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ അത് നിങ്ങളുടെ ഒരു അധിക പ്രസംഗമാണ്. അതിൻ്റെ വിശദീകരണമാണ് ഇവിടെ പറയുന്നത്. യഥാർത്ഥ ദീൻ അംഗീകരിച്ചവർ എപ്പോഴും ചിന്തിക്കേണ്ടത് അള്ളാഹു എന്തു പറയുന്നു എന്നാണ്. അത് നടപ്പാക്കാൻ ഞങ്ങൾ സദാ സന്നദ്ധരാണ് എന്ന മനോഭാവമാണ് അവർക്ക് ഉണ്ടാവേണ്ടത്. അള്ളാഹു എല്ലാം അറിയുന്നതിന് മുമ്പ് അള്ളാഹുവിൻ്റെ മുന്നിലാണെന്ന ബോധമില്ലാതെ അവന് തങ്ങളുടെ ദീൻ അങ്ങോട്ട് പഠിപ്പിച്ചു കൊടുക്കുന്ന ശൈലിയിൽ ആമന്ന, ഞങ്ങൾ വിശ്വാസികളായിരിക്കുന്നത് പ്രഖ്യാപിക്കുമ്പോൾ ഇതെല്ലാം റബ്ബിന് അറിയുമെന്ന കാര്യം നിങ്ങൾ മനസ്സിലാക്കണ്ടേ. നിങ്ങൾ ഏത് പുറംപൂച്ചുമായിട്ടാണോ വന്നിട്ടുള്ളത്, അതിൻ്റെ പിന്നിലുള്ള രഹസ്യ അജണ്ട അറിയുന്ന റബ്ബിൻ്റെ പ്രവാചകനോടാണ് നിങ്ങൾ ഈ പറയുന്നത് എന്ന ഓർമ്മ വേണം. അത് പറ്റില്ല, അത് അള്ളാഹു അല്ല പറയേണ്ടത്, ഞങ്ങളാണ് തീരുമാനിക്കേണ്ടത് എന്ന ഭാവമൊക്കെ പൊതുവേ ഉണ്ടാകുന്ന ഒരു കാര്യമാണ്. എന്ന് മാത്രമല്ല, അവരുടെ ദീനിൽ ഉറച്ചു നിൽക്കുകയും ഇത്തരം ഇസ്ലാമിൻ്റെ നിലപാടുകളെ ശക്തമായി ചോദ്യം ചെയ്യുകയും ഒക്കെ ചെയ്യുന്ന പ്രകൃതക്കാർ അന്നുമുണ്ട് ഇന്നുമുണ്ട്. പ്രവാചകരെ അവരോട് ചോദിക്കൂ, നിങ്ങൾ പറയുന്നത് അള്ളാഹു അനുസരിക്കണമെന്ന ഒരു ഭാവമാണോ നിങ്ങൾക്കുള്ളത്? നിങ്ങൾ ആരെയാണ് ഈ വഞ്ചിക്കാൻ നോക്കുന്നത്? അല്പം അഹങ്കാരത്തോടു കൂടിയല്ലേ ഞങ്ങളും വിശ്വാസികളായിരിക്കുന്നു, അതുകൊണ്ട് അവകാശങ്ങൾ തരൂ, ആനുകൂല്യങ്ങൾ തരൂ എന്ന് നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, നിങ്ങൾ ഘോഷിച്ചു കൊണ്ടിരിക്കുന്നത്? എന്നാൽ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം, അതാണ് അള്ളാഹു പറയുന്നത്, വല്ലാഹു യഅലമു മാ ഫിസ് സമാവാതി വമാ ഫിൽ അർള് വല്ലാഹു ബികുല്ലി ഷൈഇൻ അലീം. ആകാശഭൂമികളുള്ളതൊക്കെ അറിയുന്നവനാണ് അള്ളാഹു. അവൻ സകല സംഗതികളിലും സൂക്ഷ്മജ്ഞാനമുള്ളവനാണ്. ഇങ്ങനെ സകലജ്ഞനായ അള്ളാഹുവിനോടാണോ നിങ്ങൾ പലതും മനസ്സിൽ മറച്ചു വെച്ചുകൊണ്ട് ഭൗതിക താല്പര്യങ്ങൾക്ക് വേണ്ടി നബിയുടെ മുൻപിൽ വന്നുകൊണ്ട് ഇസ്ലാം പ്രഖ്യാപനം നടത്തുന്നത്? രണ്ട് ശൈലിയിൽ അള്ളാഹു ഇതിന് മറുപടി പറയുന്നുണ്ട്. ഒന്ന്, ആകാശഭൂമികളിലുള്ളതൊക്കെ അറിയുന്ന അള്ളാഹുവാണ് നിങ്ങളുടെ മുമ്പിലുള്ളത്. രണ്ട്, നിങ്ങൾ സകല സംഗതികളും സൂക്ഷ്മമായി അറിയുന്നവനാണ്. നിങ്ങളുടെ മനസ്സിൽ എന്താണെന്ന് അവൻ കൃത്യമായി അറിയുന്നു. നിങ്ങൾ പുറത്ത് എന്തിനാണ് വിശ്വാസികളായി എന്ന് പറയുന്നത്, എന്തിനാണ് അങ്ങനെ നടിക്കുന്നത് എന്നും അവൻ അറിയുന്നു. ഇങ്ങനെ അറിയുന്ന അള്ളാഹുവിനെയാണോ നിങ്ങൾ നിങ്ങളുടെ ദീൻ പഠിപ്പിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ ഈ കാലഘട്ടത്തിലും ഇത്തരം മനസ്ഥിതിയുള്ള നമ്മൾ മാറി ചിന്തിക്കേണ്ടതുണ്ട്. ഭൗതികമായ താല്പര്യങ്ങൾക്ക് വേണ്ടി, അതുപോലെയുള്ള സൗകര്യങ്ങൾക്ക് വേണ്ടി, സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി ദീനുൽ ഇസ്ലാമിനെ വിൽക്കുന്നവരാണ് നമ്മൾ. നമ്മുടെ ദീനിനെ പ്രൊമോട്ട് ചെയ്യുന്നവരാണ്. അങ്ങോട്ട് അള്ളാഹുവിനെയും റസൂലിനെയും ദീൻ പഠിപ്പിക്കുന്നവരാണ്. ഇതിൻ്റെ മറ്റൊരു മാനസികാവസ്ഥയാണ് 17ാമത്തെ തുടർന്നുള്ള സൂക്തത്തിൽ അല്ലാഹു പറയുന്നത്, യമുന്നൂന അലൈക അൻ അസ്ലമു ഖുൽ ലാ തമുന്നു അലയ്യ ഇസ്ലാമക്കും. മന്ന എന്ന് പറഞ്ഞാൽ ഔദാര്യമായി പരിഗണിച്ച് ഒരു കാര്യം എടുത്തു പറയുക, ഔദാര്യമായി അതിനെ എടുത്തു കാട്ടുക. ഇവിടെ അലൈക എന്ന് പറഞ്ഞത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട്. അൻ അസ്ലമു, അവർ ഇസ്ലാം സ്വീകരിച്ചു എന്ന് അവർ പറയുന്നത് ആമന്ന, ഞങ്ങൾ മുഅ്മിനുകളായി എന്നാണെങ്കിലും അത് അംഗീകരിക്കാതെ നിങ്ങൾ മുസ്ലിങ്ങളായത് അൻ അസ്ലമു, അവർ ആമന്ന മുഅ്മിനുകളായി എന്ന് പറഞ്ഞെങ്കിലും അള്ളാഹു അത് ശ്രദ്ധിച്ചതേയില്ല. യമുന്നൂന അലൈക അൻ അസ്ലമു, ഞങ്ങൾ മുസ്ലിങ്ങളായി എന്ന് അവർ വന്ന് പറയുന്നുണ്ടല്ലോ എന്ന് അള്ളാഹു
അവരെ ഒന്നുകൂടി താഴ്ത്തി പറയുകയാണ്. മുഅ്മിനുകളായി എന്ന് അവർ പറഞ്ഞത് അള്ളാഹ് കേട്ടിട്ടേ ഇല്ലാത്ത പോലെയാണ് പറയുന്നത്. അതുകൊണ്ട് ആ പുറംപൂച്ച് ഇസ്ലാം സ്വീകരണം പോലും ഞങ്ങൾ എന്തോ വലിയ ഔദാര്യം ഇസ്ലാമിന് വേണ്ടി, അള്ളാഹുവിന് വേണ്ടി, റസൂലിന് വേണ്ടി, ഉമ്മത്തിന് വേണ്ടി ചെയ്തിരിക്കുന്നു എന്ന ഒരു മനോഗതിയിലാണല്ലോ നിങ്ങൾ പറയുന്നത്. ഇതിനെയാണ് അള്ളാഹു ഇവിടെ വിമർശിക്കുന്നത്. നിങ്ങൾ നബിയോട് കാണിച്ച വലിയ ഔദാര്യമായിട്ട് അതിനെ നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ സത്യത്തിൽ അതല്ല. ബലില്ലാഹു യമുന്നു അലൈക്കും അൻ ഹദാക്കും ലിൽ ഈമാൻ. എന്താണ് യാഥാർത്ഥ്യം? നിങ്ങളെ സത്യവിശ്വാസത്തിലേക്ക് മാർഗദർശനം ചെയ്യുക വഴി അള്ളാഹു നിങ്ങളോടാണ് ഔദാര്യം ചെയ്തിരിക്കുന്നത്. നിങ്ങൾ ഇസ്ലാമിനോട് ഔദാര്യം ചെയ്തതല്ല. അള്ളാഹു നിങ്ങൾക്ക് ഹിദായത്ത് നൽകി, അള്ളാഹുവിൻ്റെ കാരുണ്യം നൽകി, സ്വർഗത്തിൻ്റെ വഴി തുറന്നു തന്നു. അപ്പോൾ ഇസ്ലാം മനുഷ്യർക്ക് നൽകിയ സന്മാർഗമാണ്, വലിയ നിഅ്മത്താണ് ഇസ്ലാം എന്ന് പറയുന്നത്. പ്രവാചകനെ വഴികാട്ടി അയച്ചത്, റഹ്മത്തിൻ്റെ പ്രവാചകനാക്കിയത് നിങ്ങളോട് കാണിച്ച റഹ്മത്താണ്. ഇതിൻ്റെ ഗുണങ്ങൾ അള്ളാഹുവിനല്ല, മനുഷ്യർക്ക് തന്നെയാണ്. ഹദാക്കും ലിൽ ഈമാൻ. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഔദാര്യം നിങ്ങൾക്കാണ്. നിങ്ങളെ ഈമാനിലേക്കാണ് സന്മാർഗം അള്ളാഹു നയിച്ചിട്ടുള്ളത്, വിളിച്ചിട്ടുള്ളത്. അപ്പോൾ അത് വളരെ ഉറപ്പിച്ച് വീണ്ടും പറയുകയാണ്. ഇത് തിരിച്ചറിയുകയാണ് യഥാർത്ഥ മുഅ്മിനുകൾ ചെയ്യേണ്ടത്. വിനയാന്യതരായിക്കൊണ്ട്, അള്ളാഹുവിനോട് നന്ദി കാണിച്ചുകൊണ്ട്, പ്രവാചകനെ സഹായിച്ചുകൊണ്ട്, ഇസ്ലാമിന് സർവവും സമർപ്പിച്ചുകൊണ്ട്, എല്ലാം അറിയുന്നവനാണ് റബ്ബ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന വിനയാന്യതനാണ് യഥാർത്ഥ വിശ്വാസികൾ. ഇൻ കുന്തും സ്വാദിഖീൻ. നിങ്ങൾ വിശ്വാസം വാദിക്കുന്നതിൽ സത്യവാന്മാരാണെങ്കിൽ അതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. അപ്പം ഈ തത്വം നിങ്ങൾ അംഗീകരിക്കണം. ഇസ്ലാമിനെ സ്വന്തം ഔദാര്യമായി കാണുന്ന നിലപാട് നിങ്ങൾ തിരുത്തണം. നിങ്ങൾ യഥാർത്ഥ സത്യവിശ്വാസികളാണെങ്കിൽ, നിങ്ങൾ പറയുന്ന ഈ വിശ്വാസം സത്യമാണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് നേരെ തിരിച്ചുള്ള ഒരു ചിന്തയാണ്. ഞങ്ങളീ ചെയ്യുന്നതൊന്നും ഒരു വലിയ കാര്യമല്ല, ഞങ്ങളെ ഈ കർമ്മം അള്ളാഹു സ്വീകരിക്കുമോ എന്നറിയില്ല. അള്ളാഹു എല്ലാം അറിയുന്നവനാണ്, എല്ലാം ചെയ്യുന്നവനാണ്, എല്ലാം കാണുന്നവനാണ്. ഈ അനുഗ്രഹം മുഴുവൻ അള്ളാഹു നൽകിയതാണ്. നമ്മൾ ചെയ്യുന്ന ഇബാദത്തുകളൊന്നും എവിടെയും എത്തില്ല. എൻ്റെ ആശയങ്ങൾ അങ്ങോട്ട് ഇസ്ലാമിക പ്രവർത്തകരെ, ഇസ്ലാമിനെ, മുസ്ലിങ്ങളെ, ഉമ്മത്തിനെ പഠിപ്പിച്ചു കൊടുക്കാൻ പാടില്ല എന്ന് പറയുന്ന വലിയൊരു മനസ്സിലേക്ക് നമ്മൾ എത്തേണ്ടതുണ്ട്. ഒരുപാട് നമ്മൾ മാറേണ്ടതുണ്ട്. സൂറത്തുൽ ഹുജറാത്ത് വെച്ചുകൊണ്ട് ഒരു ആത്മപരിശോധന നമ്മൾ സ്വയം തന്നെ നടത്തേണ്ടതുണ്ട്. ഇന്നല്ലാഹ യഅലമു ഗൈബസ് സമാവാതി വൽ അർള് വല്ലാഹു ബസീറും ബിമാ തഅമലൂൻ എന്ന് പറഞ്ഞുകൊണ്ടാണ് ആയത്ത് അവസാനിപ്പിക്കുന്നത്. ഒന്നുകൂടി പറയുകയാണ്, ആകാശഭൂമികളിലെ സകല സംഗതികളെക്കുറിച്ചും അറിയുന്നവനാണ് അള്ളാഹു. ബസീറും ബിമാ തഅമലൂൻ. നിങ്ങൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാ കാര്യങ്ങളും അറിയുന്നവനാണവൻ. സൂക്ഷ്മമായി കാണുന്നവനാണ്, മനസ്സിലാക്കുന്നവനാണ് റബ്ബ്. അതുകൊണ്ട് അള്ളാഹു ആകാശഭൂമികളുടെ രഹസ്യങ്ങളെ സകലമറിയുന്നവൻ. നിങ്ങൾ ചെയ്യുന്നതെല്ലാം അവൻ്റെ ദൃഷ്ടിയിലുണ്ട്. അതോടൊപ്പം അള്ളാഹുവിൻ്റെ മുമ്പിലാണ് നിങ്ങൾ ഈ കാപ്പട്യം കളിക്കുന്നത് എന്ന് ഓർമ്മ വേണമെന്ന് അന്നത്തെ ആറാബികളെ ചൂണ്ടി അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്. നിങ്ങൾ മുഅ്മിനുകളായിട്ടില്ല, വേണമെങ്കിൽ മുസ്ലിങ്ങളായിട്ടുണ്ട് എന്ന് പറയൂ. ഈമാൻ ഉള്ളിലേക്ക് കടക്കണം, അത് കർമ്മത്തിലുണ്ടാകണം, സത്യസാക്ഷ്യത്തിൽ സമർപ്പിതരാകണം എന്ന് പറയുന്ന വാക്കോടുകൂടി സൂറത്തുൽ ഹുജറാത്ത് അള്ളാഹു അവസാനിപ്പിക്കുന്നു. 18 സൂക്തങ്ങളുള്ള ഈ സൂറത്തുൽ ഹുജറാത്തിൽ നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ളത്, ഒന്നാമതായി അള്ളാഹുവിനെയും റസൂലിനെയും ഏത് കാര്യത്തിലും മറികടക്കാൻ പാടില്ല. പ്രവാചകനോട് ആദരവോടുകൂടി പെരുമാറണം. ഒരു വാർത്ത കിട്ടിയാൽ നിജസ്ഥിതി അന്വേഷിച്ചിട്ട് വേണം മുന്നോട്ട് പോകാൻ. അതിൽ ആരെയും നിർബന്ധിച്ചുകൊണ്ട് പ്രതികാര നടപടിയിലേക്ക് പോകാൻ പാടില്ല. വിശ്വാസികളിലെ കക്ഷികൾക്ക് അനുരഞ്ജനമാവാം, അവർ വലിയ ഗ്രൂപ്പുകളായി മാറാൻ പാടില്ല. പരസ്പരമുള്ള പരിഹാസം, നിന്ന, ഊഹങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയുള്ള പ്രവർത്തനങ്ങൾ, എല്ലാ ഊഹങ്ങളും പിന്തുടരാൻ പാടില്ല. രഹസ്യങ്ങൾ ചുഴിഞ്ഞന്വേഷിക്കരുത്, പരദൂഷണം പറയരുത്. മനുഷ്യന്മാർ തമ്മിലുള്ള ബന്ധങ്ങൾ നന്നാവണം. മനുഷ്യന്മാർ ഏകോദര സഹോദരന്മാരാണ്, ആദമിൻ്റെ ഔവയുടെ മക്കളാണ്. അവരുടെ ജാതിയല്ല, വർണ്ണമല്ല, വർഗമല്ല, അതൊക്കെ താൽക്കാലികമാണ്. തിരിച്ചറിയാനാണ്, പരിചയപ്പെടാനാണ്. തഖ്വയാണ് അള്ളാഹുവിൻ്റെ മുമ്പിൽ പ്രധാനമായിട്ടുള്ളത്. നിഷ്കളങ്കമായ വിശ്വാസമാണ്, പ്രവർത്തനമാണ് വേണ്ടത്. ഉയർന്ന സംസ്കാരവും മൂല്യങ്ങളുമാണ് വേണ്ടത്. ഉള്ളിൽ കടന്ന ഒരു ഈമാനും പ്രവർത്തനവുമാണ് നമുക്ക് വേണ്ടത് എന്ന വളരെ പ്രസക്തമായിട്ടുള്ള ഈമാനും ഇസ്ലാമും കർമ്മങ്ങളും സത്യസാക്ഷ്യവുമായി, കർമ്മസാക്ഷ്യവുമായി ബന്ധപ്പെടുന്ന വളരെ വിലപ്പെട്ട മുത്തുകളാണ് ഖുർആനാകുന്ന മഹത്തായ കടലുകളിൽ നിന്ന് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. ആ സാഗരത്തിലെ മണിമുത്തുകൾ, ഈ ദൈവിക വചനങ്ങൾ
ഹൃദയത്തിലേക്ക് നമ്മൾ ഏറ്റുവാങ്ങണം. അതുകൊണ്ട് ഇത് തന്നെയാണ് വളരെ പ്രധാനപ്പെട്ട എല്ലാ കാര്യങ്ങളുമെന്ന് മനസ്സിലാക്കരുത്. ഇത്തരം ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് മുത്തുകളും രത്നങ്ങളും വിശുദ്ധ ഖുർആനിലുണ്ട്. ഇപ്പോൾ അല്ലെങ്കിൽ എപ്പോഴാണ് നമ്മൾ പിന്നെ ഖുർആൻ പഠിക്കുക? അപ്പോൾ ഖുർആൻ പഠിക്കാനും അത് ജീവിതത്തിൽ പകർത്താനും ഈ സൂറത്തും ഈ ക്ലാസ്സുകളും ഏറ്റവും വലിയ ഒരു മോട്ടിവേഷനായി, ഒരു അനുകൂല ഘടകമായി, ഒരു പ്രചോദനമായി അള്ളാഹു നമ്മളിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ. വിനയാന്വിതരായ ദാസന്മാരായി ജീവിച്ച് സ്വർഗം നേടുന്നവരിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാവട്ടെ. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് വആഖിറു ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.